ആ ഫ്രിഡ്ജ് ബോക്സിൽ മണലിട്ടിട്ട് ഞങ്ങളൊരു അക്വേറിയം സെറ്റപ്പ് ചെയ്യാനാണ്. ഇന്നിപ്പോൾ ഈ വ്ളോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്വേറിയം സെറ്റ് ചെയ്യുന്ന വ്ളോഗായിരിക്കും. അപ്പോൾ ഞങ്ങൾ ചെറുതായിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. കുറച്ച് ദൂരം ഉണ്ട് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ചെറുതായിട്ട്. ഞങ്ങളുടെ ചെറായി എടുക്കാറായി. ചെറായി മുന്നേ ഒരു വലിയൊരു എന്താണ് പോവാ അതിന് പറയാ, എന്താണ്, കായലാണ്. 2 സൈഡും കായലാണ്. കണ്ട, അതിൻ്റെ നടുക്ക് റോഡാണ്. ചെറായി എത്തി. നേരെ അങ്ങോട്ട് നേരെ കാണുന്നത് ഇതാണ്, ബീച്ചാണ്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് 18 കിലോമീറ്റർ. മഴയൊക്കെ പൊട്ടിച്ചോടൊക്കെ ഇതെവിടെയൊക്കെ ഹൗസ് ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ. അതെ, ഞങ്ങളിവിടെ ഒന്ന് മീൻ പിടിക്കായിരുന്നു. ഒരു ദിവസം എനിക്ക് ഞണ്ടൊക്കെ കിട്ടിയായിരുന്നു. പക്ഷെ ഞണ്ട് അതിൻ്റെ കൈ ഒടിഞ്ഞ് വെള്ളത്തിന് നല്ല പച്ച കളർ. വീഡിയോക്കകത്ത് കാണുന്നുണ്ടോയെന്ന് അറിയില്ല, നല്ല പച്ച കളറ്. വെള്ളമൊക്കെ കയറിയിട്ടുണ്ട് ഇവിടെ. ഇനി ഞങ്ങൾ ബീച്ച് എടുക്കാറായി, ചെറായി ബീച്ച്. എത്തുന്നു. ഇപ്പുറത്തെ ബീച്ചാണ്. കടൽ കയറ്റമാണ് തോന്നുന്നു. മണ്ണ് കിട്ടി. ഞങ്ങൾ മണ്ണെടുക്കാൻ വന്നാണല്ലോ. അത് ഫുള്ള് അവിടെ എന്താണെന്ന് അറിയില്ല. പുകയാണോ കോടയാണോ മഴയാണോ ഒന്നും അറിയില്ല. അവിടെയൊക്കെ നല്ല മൂടി കിടക്കേണ്ടത്. അവിടെ ചെറുതായി കാണാൻ പറ്റും. വീടിക്കത്തെ ഭയങ്കര മണമുണ്ട്. കടൽ കയറ്റമാണ് തോന്നുന്നു. ായിട്ടിരിക്കുന്നത് അവിടെ. അല്ലേ പോവാ? ഇവിടെ നിക്കാൻ പറ്റില്ല തോന്നുന്നു. ഇവിടെ സാധാരണ അപ്പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും, പക്ഷെ ഇപ്രാവശ്യം ഇറങ്ങാൻ പറ്റില്ല തോന്നുന്നു. കാരണം നല്ല ഇതാണ്, കടൽ കയറ്റമാ തോന്നുന്നു. ഇവിടൊക്കെ വെള്ളം ഇങ്ങനെ അടിച്ചു കയറുന്നു. തിരുമാല സാധാരണ നമുക്ക് നിക്കാം. ഞങ്ങൾ നോക്കട്ടെ. ഞങ്ങൾ വരുന്ന കടകളൊക്കെ അടച്ചു പൂട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കറണ്ട് വയറൊക്കെ കിടക്കുന്നുണ്ട്. ഞങ്ങൾ അപ്പുറത്ത് പോട്ടെന്ന്. അപ്പുറത്തെ ഞങ്ങളുടെ സ്പോട്ട് ഉണ്ട്, അവിടെ പോയി നോക്കാം. അതെ, മഴ കാരണമാണ് തോന്നുന്നു. അതുകൊണ്ട് ആരെയും ഇറക്കില്ല. ഞങ്ങൾ മണല് ഇനിയിപ്പോ ഇവിടെ നിന്നൊക്കെ പെറുക്കേണ്ടി വരുമായിരിക്കും. സൈഡിൽ ഇവിടുന്ന് എടുക്കാനേ പറ്റുള്ളൂ ഞങ്ങൾക്ക് മണല്. അടുത്തൊക്കെ നല്ല വീട്, കുറെ വീടുണ്ട്. ഇവിടെയൊക്കെ ഇതാണ്. നല്ല മഴയൊക്കെ ആണെങ്കിൽ, കടൽ കയറ്റമൊക്കെ ആണെങ്കിൽ ഇവർക്കൊക്കെ ഭയങ്കര പ്രശ്നമായിരിക്കും. ഞങ്ങൾ സ്പോട്ട് അവസാനം കണ്ടുപിടിച്ച്. അതാ ഞങ്ങളുടെ സ്പോട്ടിലെത്തി. നേരെ അപ്പുറത്ത് ബീച്ചാണ്. സാധാരണ ഞങ്ങളിവിടെ വരാം, പക്ഷെ ഇവിടെ നമുക്ക് നന്നായിട്ട് ഇറങ്ങാനൊക്കെ പറ്റുമായിരുന്നു. നോക്കട്ടെ. ഭയങ്കര ഇതാണ്. നോക്കട്ടെ. ഇത് ഭയങ്കര ഇതാണ്. ഞങ്ങൾക്ക് നേരത്തെയൊക്കെ നന്നായി ഇറങ്ങാൻ പറ്റുമായിരുന്നു. ഞങ്ങൾ ഉള്ളിലായിരുന്നു ഇറങ്ങിക്കൊണ്ടിരുന്നത്. ഇപ്രാവശ്യം നല്ല കടൽ കയറ്റമുണ്ട്. പേടി തോന്നുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ കാണുമ്പോഴേക്ക് ഞങ്ങൾ ലാസ്റ്റായിട്ട് വരുമ്പോൾ പോലും അത് അപ്പം നല്ല വേനൽ സമയമായിരുന്നു. അപ്പം ഞങ്ങളൊന്നും വന്നപ്പം ഞങ്ങൾ തന്നെ ഞെട്ടിപ്പോയി. ഭയങ്കര ഇതാണ്. ആൾക്കാരൊക്കെ ഉണ്ടെന്നാലും ഇതുണ്ടോ. അവനൊരു പങ്കായൊക്കെ കിട്ടി. ഇവിടെ കിടന്നാ ഇതിൽ തൊഴിഞ്ഞു പോകുമ്പോൾ എനിക്കൊന്ന് ഇവിടെയൊക്കെ കടലിൽ ഭയങ്കര കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ ഫുള്ളും മണലും. നേരത്തെ ഇത് നല്ല ടാർട്ട റോഡായിരുന്നു. ഇപ്പം നല്ല ഭയങ്കര മണലാണ്. ഇപ്പം അങ്ങോട്ടൊക്കെ വെള്ളമുണ്ട്. ഇതിനടിയിൽ ഫുള്ളും കല്ലാണ്. ഞങ്ങൾ സാധാരണ ഇവിടുന്ന് എടുത്തൊരു ഫോട്ടോ ഉണ്ടായിരുന്നു ഞങ്ങൾ പണ്ട്. ഇവിടെ ഫുള്ളും കല്ലാണ്. ഫുള്ളും ഇങ്ങനെ നമുക്ക് ചുമ്മാ ഇരിക്കാനൊക്കെ പറ്റുന്നത് കൊണ്ടാ. ആ കല്ലൊക്കെ കണ്ട അതുപോലെ ഇവിടെയൊക്കെ കല്ലായിരുന്നു ഇവിടെയൊക്കെ. പക്ഷെ അതൊക്കെ മൂടിപ്പോയി. ഇയാള് പട്ടി. ഇവിടെ കടലിൽ കുറേ ഡോഗ്സ് ഒക്കെ വന്ന് ഇങ്ങനെ കുളിക്കാറൊക്കെ ഉണ്ടായിരുന്നു. ഒരു ഫീമെയിൽ ഡോഗ് ഉണ്ടായിരുന്നു. ആ ഡോഗ് ഇങ്ങനെ എപ്പോഴും വന്ന് കടലിൽ കിടക്കുമായിരുന്നു. വേനൽ സമയത്ത് കളിക്കുമായിരുന്നു അതുങ്ങളൊക്കെ.
ഇപ്പൊ കാണാനില്ല, കടൽ കയറിയോണ്ടാണെന്ന് തോന്നുന്നു കാണാനില്ല. വലട്ടോ അവൻ അവിടെ ഇതിലേ നടക്കുന്നു. ബോബാ നമുക്കിനി ഞങ്ങളുടെ അക്വേറിയം സെറ്റാക്കാൻ ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോകണം. അങ്ങനെ എന്തെങ്കിലും കടയിൽ നിന്നുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ നോക്കണം. അപ്പുറമൊന്നും കാണുന്നില്ല. ഗായ്സ് നമ്മൾ മണലൊക്കെ എടുത്തു. ഇതാണ്ടോ മണലൊക്കെ എടുത്തു. ഞങ്ങൾ ഇവിടെ നിന്നാണ് മണലെടുത്തത്. എന്തുകൊണ്ട് ഞങ്ങൾ മണലെടുക്കുന്ന വീഡിയോ എടുത്തില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നല്ല മഴയായിരുന്നു. അതായിരുന്നു മണലെടുക്കാഞ്ഞത്. മണലല്ല, വീഡിയോ എടുക്കാഞ്ഞത്. ഞങ്ങൾ മണലെടുത്ത് തിരിച്ചു പോവാം. നല്ല വെയിറ്റ് ഉണ്ട് മണലിന്, കാരണം നനഞ്ഞിരിക്കുന്നതുകൊണ്ട് നല്ല വെയിറ്റ് ഉണ്ട്. ഇത് ഞങ്ങളിത് വീട്ടിലോട്ട് പോവുകയാണ്. നേരത്തെ ഒരു നല്ല വലിയ മഴ പെയ്തു, ഇപ്പം മഴ തോർന്നതേ ഉള്ളൂ. ഞങ്ങളിത് വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. ഇറങ്ങിയതേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ വീട്ടിലോട്ട് പോകണം. പോകുന്ന വഴിക്കൊക്കെ മഴ ഉണ്ടാവും, അറിയില്ല. അതെ, ഭയങ്കര മഴയാണ്. പക്ഷേ ഈ വഴിയൊക്കെ കൊള്ളായിരുന്നു. വരുമ്പം നല്ല വഴികളായിരുന്നു, വളഞ്ഞ നല്ല വഴികൾ. ഇവിടെ കുറേ പൈൻ ഫോറസ്റ്റ്, കുറേ പൈൻ മരങ്ങളൊക്കെ നിറയുന്നുണ്ട്. പിന്നെ ഇവിടെയാണ് ബോട്ടുകളൊക്കെ നിർത്തിയിട്ടിരിക്കുന്നത് തോന്നണം. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് ഈ ഒരു സ്പോട്ടൊക്കെ കാണുന്നത്. ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരില്ലായിരുന്നു. ഞങ്ങൾ ആദ്യമേ അവിടെ നിന്നിട്ട് ഞങ്ങളെല്ലാം കണ്ട് തിരിച്ചു പോവുകയായിരുന്നു ചെയ്യുന്നത്. അപ്പോൾ ഇതാ സൂര്യനൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരാൻ നിൽക്കുന്നുണ്ട്. അറിയില്ല എങ്ങനെയാണെന്ന്. പക്ഷെ അപ്പുറത്ത് നല്ല മഴക്കാറുമുണ്ട്. ഇവിടെയൊക്കെ മെയിനായിട്ട് ഈ കപ്പിൾസാണ് വരുന്നത്. പിന്നെ ഈ ലാസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഡെഡ് എൻഡാണ്. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയില്ല. ഇവിടേക്ക് നിറയെ മണലുണ്ട്, പക്ഷെ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാൻ പാടില്ല എന്നല്ല, എടുക്കാൻ പറ്റില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മറ്റേ ഇത് തിര അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇട്ടിരിക്കുന്ന മണലുകൾ. പുറത്ത് കടലാണ്. മഴ തുടങ്ങി. ഇത് വീഡിയോയിൽ കാണുന്നുണ്ടോന്ന് അറിയില്ല, പക്ഷെ നല്ല ചാറ്റിലാണ്, മുഖത്തടിക്കുകയാണ് ചാറ്റിൽ. അതിനിടയിൽ പാനിപൂരി. പാനിപൂരി കഴിഞ്ഞു. അടുത്ത് നോക്കും. ദാഹി അല്ല ദൈ. ആണോ? കഴിക്ക്. കൊള്ളാവോ? ഓക്കെ ठीक है. കൊള്ളാവോ? ആണോ? പയ്യെ ഗ്യാസ് തീർന്നപ്പോൾ ഗ്യാസ് എടുക്കാൻ വേണ്ടി പോയി. ഈ കട ഞങ്ങൾ ഏൽപ്പിച്ചിട്ട് അല്ലേ? എനിക്ക് മതി കേട്ടോ. മതി. എന്തുവാ? മറ്റേ മസാല ഇത് കഴിച്ചോക്കാം.
കൊള്ളാം. ഗൈസ് ഞങ്ങളുടെ മണൽ ഗൈസ് ഞങ്ങളിവിടെ എത്തിയപ്പോൾ കുറച്ച് ലേറ്റ് ആയിരുന്നേ, അതുകൊണ്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇവിടെ ഞങ്ങൾ ടാങ്ക് മേടിച്ചിട്ടുണ്ട്. ടാങ്ക് ഇതാ ഇവിടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മണലും ഇതാ ഇവിടെ വെച്ചിട്ടുണ്ട്. ചെറുക്കൻ ഹലോ. ഗൈസ് ടാങ്ക് അവിടെ ഇരിപ്പുണ്ട്. ഇനിയിപ്പോൾ നാളെ എല്ലാം സെറ്റ് ചെയ്യാം. അതാ നല്ലത് അല്ലേ? അതമേ ഇതാണ് ഗൈസ് നമ്മൾ പുതിയതായി സെറ്റ് ചെയ്ത ടാങ്ക്. ഇതിപ്പോൾ എല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ആദ്യം സെറ്റ് ചെയ്തതാണ്. അത് കഴിഞ്ഞിട്ട് അപ്പുറേ സെറ്റ് ചെയ്തു. ഇതിനകത്ത് ഉണ്ടായ ഒരു 5-6 ഗപ്പീസ് ഉണ്ടായിരുന്നു. അത് മൊത്തം പെറ്റ് പെരുകി ഇഷ്ടപ്പടിക്ക് കുട്ടികളുണ്ട് ഇതിനകത്ത്. ഇഷ്ടംപോലെ കുഞ്ഞുങ്ങളുണ്ട് ഇതിനകത്ത്. പിന്നെ ഇപ്പോൾ അതിനകത്ത് ഇനിയും വീടാവാനായിട്ട് ഇരിപ്പുണ്ട്. പിന്നെ ഇതിനകത്തും കുറച്ചുണ്ട്. ഇതിനകത്ത് കുറച്ചേ ഉള്ളൂ. ഇതിൽ 2 മെയിൽ, പിന്നെ കുഞ്ഞുങ്ങൾ കുറച്ചെണ്ണം ഉണ്ടായിട്ടുണ്ട് ഇന്നലെ. സൂക്ഷിച്ച് നോക്കി കാണാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ സെറ്റ് ചെയ്തത്. ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. കാവ്യ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നമുക്കപ്പോൾ ഇനി മഴയില്ലാത്ത സമയത്ത് അത് അടിപൊളിയായി കാണിച്ചു തരാം. എന്ത് വേണം? എന്ത് പറ്റി? കൊച്ചിൻ്റെ എവിടെ? കൊച്ചിൻ്റെ കാർ എന്ത് ചെയ്യേ? ഇതേ ഇപ്പം തരാം. ഓടിച്ചോ? അച്ഛൻ ഓടിക്കണോ? ഓക്കെ. ഇതിൻ്റെ ബാറ്ററി എന്ത് കാവ്യേ? അയ്യോ ബാറ്ററി കാണാനില്ല. ആ ബാറ്ററി ഇട്ടിട്ട് നമുക്ക് നവനാ ബേബി ചേച്ചി അമ്മ ദേ പോയി കാറോടെ പോയി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഗായ്സ് ആ വീഡിയോ. ഇനിയിപ്പോൾ നമുക്ക് അടുത്തത് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ശരി ഗായ്.